കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ ഒന്നൊന്നായിട്ട് പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് കണ്ണൂരിൽ കെ.എസ്.യു പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായ കരിങ്കൊടി കാണിച്ചത്. അവര് മന്ത്രിയെ ആക്രമിച്ചു എന്ന കള്ളപ്രചരണം നടത്തി കെ.എസ്.യു പ്രവർത്തകരെ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. മന്ത്രിക്ക് പരിക്കേറ്റു എന്ന തരത്തിൽ നടത്തിയ നാടകം ഒന്നൊന്നായിട്ട് അതിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളുടെ മുൻപിൽ പകൽ പോലെ വ്യക്തമാക്കപ്പെടുകയാണ്. കെ.എസ്.യു പ്രവർത്തകര് കരിങ്കൊടി കാണിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ പരിസരത്തുമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ 5 കെ.എസ്.യു പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ 30-ലധികം വരുന്ന പോലീസുകാർ അവരെ വളഞ്ഞിട്ട് പിടിച്ചു. പോലീസുകാരെ വളഞ്ഞിട്ട് പിടിച്ച കെ.എസ്.യു പ്രവർത്തകർക്കെതിരെ സത്യത്തിൽ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് പോലീസ് അത് ചെയ്താൽ പോരാ എന്ന നിലയിൽ പോലീസിന് നേരെയും മന്ത്രി ആക്രോശിച്ചെടുക്കുന്ന ചിത്രമാണ് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. മന്ത്രിക്ക് അടുത്തേക്ക് മന്ത്രിയെ തൊടുന്നതിന് ശരീരം കൊണ്ടോ ആയുധം കൊണ്ടോ മന്ത്രിയെ സ്പർശിക്കുന്നതിന് ഒരു കെ.എസ്.യു പ്രവർത്തകനും തുനിഞ്ഞിട്ടില്ല. അവർക്കതിന് സാധിച്ചിട്ടില്ല, അതിനാരും ശ്രമിച്ചിട്ടില്ല. അത് വളരെ പ്രകടമാണ്. മന്ത്രി ഈ സംഭവം കഴിഞ്ഞ് പോലീസിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും മന്ത്രി സത്യത്തിൽ യാത്രയ്ക്ക് വേണ്ടി 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതാണ്. 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ലിഫ്റ്റ് കയറി ഇടവഴിയിലൂടെ നടന്ന് താഴെ ലിഫ്റ്റ് ഇറങ്ങി 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രി വീണ ജോർജ് പിന്നീടുണ്ടായ ബുദ്ധി ഉദിക്കലിന്റെ അടിസ്ഥാനത്തിൽ, കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കള്ളക്കഥ സൃഷ്ടിച്ചുകൊണ്ടാണ് തനിക്ക് പരിക്കേറ്റുവെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. മന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ICUവിലാണെന്ന് പറഞ്ഞു, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് പറഞ്ഞു. മന്ത്രിക്ക് പരിക്കേൽക്കുന്നതോ മന്ത്രിയുടെ പരിക്ക് എന്താണെന്ന്, കഴുത്തിന് പോറലാകാം, പൊട്ടലാകാം, കരുവാളിപ്പാവാം, നീർക്കെട്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനോ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതിനോ തയ്യാറായിട്ടില്ല. മന്ത്രി എവിടെ എന്ന് അറിയാത്ത സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി ആരോഗ്യവതിയാണോ? പരിയാരത്ത് നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ഈ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ലോകം അറിയുന്നതിനുള്ള ജാള്യതയായിരിക്കാം ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ കണ്ണൂർ ആക്രമിച്ചും നശിപ്പിക്കുന്നു. ഓഫീസുകൾക്ക് നേരെ കയ്യേറ്റം, പ്രവർത്തകർക്കെതിരെ ആക്രമണം, വീടുകൾക്ക് നേരെ ബോംബാക്രമണം. ഇതെല്ലാം CPM അഴിച്ചുവിട്ടത് ഈ കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. മന്ത്രിയും CPM നേതൃത്വവും ഇതിന് മാപ്പ് പറയുക തന്നെ വേണം. കേരളത്തെ കലാപകലുഷിതമാക്കാൻ നടത്തിയ ഈ കള്ളപ്രചരണത്തിൽ മന്ത്രിയും CPM നേതൃത്വവും കുറ്റം സമ്മതിച്ച് മാപ്പ് പറയണം. കെ.എസ്.യു പ്രവർത്തകർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഇത്തരം തെറ്റായ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം തെറ്റ് തിരുത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറാകണം. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി ഗവൺമെന്റ് തലത്തിലും അതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മന്ത്രിക്കും ഗൺമാനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് പരാതി കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതേ ആവശ്യം തന്നെയാണോ മന്ത്രിക്കെതിരെയും ഗൺമാനെതിരെയും കേസ് എന്നുള്ളത് പാർട്ടിയുടെ ആവശ്യം തന്നെയാണ്? അന്വേഷിക്കട്ടെ. അതിന് പരാതിക്കാരന് അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. നമുക്ക് ഒരു കാര്യം, കള്ളപ്രചരണമാണ് ഇതിന്റെ ആകത്തുക. മന്ത്രിയുടെ നിങ്ങളെ വിഷ്വൽസിൽ നിന്ന് കാണാം, അവർ ആക്രോശിച്ചാണ്. പോലീസിന് നേരെ അവർ കയർക്കുകയായിരുന്നു, കെ.എസ്.യു പ്രവർത്തകർക്കെതിരെ കയർക്കുകയായിരുന്നു. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ പോലീസുകാര്, വനിതാ പോലീസും പുരുഷ പോലീസും അവരെ നിയന്ത്രിക്കാൻ, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാകാം അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്.
അപ്പോഴൊക്കെ അവരെവിടെയാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരെ തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ യാത്ര ലക്ഷ്യം വെച്ച് അവർ നടന്നു നീങ്ങി. പിന്നീടാണ് അതിനെ നിയമത്തിന്റെ ഭാഷയിലും രാഷ്ട്രീയത്തിന്റെ ഭാഷയിലും പറഞ്ഞാൽ ആഫ്റ്റർ തോട്ട്, പുനർവിചിന്തനം, രണ്ടാമതൊരു നിർദ്ദേശമോ ചിന്തയോ ഉണ്ടായി. ആര് നിർദ്ദേശിച്ചു എന്ന് അവര് തന്നെ പറയട്ടെ. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഒരിക്കലും ഉണ്ടാക്കരുത്. ആരോഗ്യമന്ത്രി ഇല്ലാത്ത വരിക്കില് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിക്കരുത്, നാടകം കളിക്കരുത്. അവിടെ നിന്ന് സെൽഫി എടുത്തതിന്റെ വീഡിയോ ഒക്കെ ഇന്ന് വന്നിട്ടുണ്ടല്ലോ. അഭിനയിക്കരുത്. അതിന്റെ പേരിൽ എത്ര ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി? KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. മന്ത്രി ഉത്തരവാദിത്വം പറയണം. അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ സംശയമുണ്ടോ? അത് അന്വേഷിക്കാം. അന്വേഷിക്കുന്നത് വളരെ നല്ലതാ. ആദ്യം സമ്മതിക്കട്ടെ ഇത് എന്തായിരുന്നു നീ കള്ളത്തരം. പിന്നെയല്ലേ ആരാന്റെ ഉത്തരവാദി? കള്ളത്തരത്തിന് ഇങ്ങനെ നിർദ്ദേശം നൽകിയത് ആരാണ്? സ്വന്തം അവർ ചെയ്യാൻ അത്രയും കാര്യമില്ല. രാഷ്ട്രീയത്തിൽ അത്രയല്ലേ. രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്ക് ജനപ്രതിനിധിയായിട്ടും മന്ത്രിയായിട്ടും പരിചയമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കള്ളക്കേസ്, ഒരു നാടകം അരങ്ങേറ്റം സാധ്യത കുറവാണ്. ആരെങ്കിലും അത് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരള രാജ്യമല്ലേ, കേരള സംസ്ഥാനമല്ലേ. KSUവിന്റെ നേതാക്കന്മാർ കേരളത്തിൽ മുഴുവൻ പോകാൻ പഠിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ കോഴിക്കോട് പഠിച്ചവരല്ലേ, തിരുവനന്തപുരത്ത് പഠിച്ചവരല്ലേ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തില്ലേ. ഇന്ത്യ രാജ്യത്ത് എവിടെയും പോകാൻ പാടില്ലേ. ഈ കുട്ടീനെ പാലയാട് കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി അടിച്ച് പരിക്കേൽപ്പിച്ച് അവന്റെ ഐഫോൺ അടക്കം അടിച്ചു തകർത്തതാണ് കഴിഞ്ഞ 6 മാസം. ഈ 2021 മന്ത്രിക്ക് കഴുത്തിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ മന്ത്രി അത്തരത്തിൽ ഈ ബാങ്ക് ഇട്ടിട്ടാണ് പരിപാടിയിലൊക്കെ അന്ന് പങ്കെടുത്തത്. അപ്പോ ഒരുപക്ഷെ ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൂടായില്ലല്ലോ. പരിക്കില്ല, അതൊരു അഭിനയമാണെന്ന് പറയുന്നത് ഒരു അധിക്ഷേപം കൂടിയല്ലേ? കാരണം അല്ലല്ല, അതാണ് കറക്റ്റ്. മന്ത്രിക്ക് പരിക്കേൽപ്പിച്ച ചിത്രമില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കേസ്. പോലീസുകാരുടെ സംരക്ഷണത്തിലായിരുന്ന മന്ത്രി. KSU പ്രവർത്തകരെ പോലീസ് വളഞ്ഞു പിടിച്ചു. KSU പ്രവർത്തകർക്ക് മന്ത്രിയുടെ അടുത്തേക്ക് എടുക്കാൻ സാധിച്ചിട്ടേയില്ല. മന്ത്രി നടന്നു നീങ്ങി. പരിക്കുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ പരിക്കുണ്ടെങ്കിൽ എന്തു വേണം? ഒരു കരുവാളിപ്പോ, ഒരു പോർലോ, ഒരു നീർക്കെട്ടോ. ആദ്യം പോർല കാണിച്ചു. ഒരു വീർക്കലോ കാണിച്ചെവിടെയാ? കയ്യെ കാണിച്ചു. അത് നേരത്തെയുള്ള പ്രയർ സംഭവമാണ്. അപ്പൊ കള്ളക്കഥകൾ ഒന്നൊന്നായി പൊളിയുന്നത് ഞങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പൊ നേരത്തെ മുന്നേ ഉണ്ടാ കയ്യെ കണ്ടത് മുന്നേ അതൊക്കെ ശരിയാണ്. കയ്യെ കണ്ടത് മുന്നേ ഉണ്ടായതാണ് എന്നതുപോലെ കഴുത്തിന് മുന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. എന്തിനാ? നത്തിങ് ഹാപ്പൻസ് ദയർ. അതുകൊണ്ട് അത് അഭിനയം എന്താന്ന് പറയുന്നതിന് അഭിനയം വിശദീകരിച്ചു തരാം. അഭിനയം വിശദീകരിച്ചു തരാം. KSU പ്രവർത്തകര് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കള്ളക്കേസ് എടുത്തു. മന്ത്രി ആക്രമിച്ചു എന്ന് കള്ളക്കേസ് എടുത്തു. കള്ളപ്രചാരണം നടത്തി ആക്രമിച്ചു എന്ന്. അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ മന്ത്രിയെ ആരും അവര് കാര്യം പറഞ്ഞുതരാം. പരിക്കുണ്ടെന്ന് പറയുന്ന ആളുകൾ പരിക്ക് കാണിക്കണം. പരിക്ക് നീർക്കെട്ടെന്ന് പറയുന്നത് കഴുത്തിൽ കാണിക്കണം. അങ്ങനെ ഒരു അക്രമത്തിൽ പരിക്ക് പറ്റിയാൽ ആ പരിക്ക് ദൃശ്യമാണ്. ഞാൻ കുറച്ചാൾ കോടതിയിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു മെഡിക്കൽ എവിഡൻസ് എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു പോർ നിങ്ങൾ തന്നെ വാദിക്കുന്ന എന്താണ്? നേരത്തെയുള്ള അസുഖം മൂർച്ഛിച്ചെങ്കിൽ അതിന് വേറെ ചികിത്സ. അതിന് കള്ളപ്രചരണമല്ല. നിങ്ങൾ വാദിച്ചെന്താ? നേരത്തെ അസുഖം ഉണ്ടായിരുന്നു, കഴുത്തിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് കഴുത്തിന് അസുഖം ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞു. പോലീസ് പിടിവലിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? അവിടെ ഒറ്റ കാര്യം ഞങ്ങൾക്ക് ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചത്, അവർക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതും KSU പ്രവർത്തകര് മന്ത്രിയെ യാതൊരു തരത്തിലും പരിക്കേൽപ്പിച്ചിട്ടില്ല.
KSU പ്രവർത്തകരുടെ അക്രമം കൊണ്ട് മന്ത്രിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല, ഒരു അക്രമം ഉണ്ടായിട്ടില്ല. പോലീസ് മന്ത്രിയെ പിടിച്ചിട്ടുണ്ട്. മന്ത്രി ആക്രോശിക്കുന്നത് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ പറയുന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് പറയണം. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇപ്പൊ പറഞ്ഞ വാദം ശരിയാണ്. പക്ഷെ മന്ത്രിക്ക് ഒരു തരത്തിൽ പരിക്കില്ല, മന്ത്രിയുടെ അഭിനയമാണ് എന്ന് പറയുന്നതിന് യുക്തി എന്താണെന്ന് ആ കാര്യങ്ങളെ കൂട്ടി വായിക്കണം. മന്ത്രി ഈ സംഭവം കഴിഞ്ഞ് നേരെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രയ്ക്ക് തുടർന്നു. ഉടൻ തന്നെ പെട്ടെന്ന് വീൽ ചെയർ കൊണ്ടുവന്ന് തിരിച്ചു. സ്പീക്കറായിട്ട് സംസാരിച്ചു. അത്രയും ഞാൻ പറയുന്നില്ല. സംസാരിച്ച എന്താന്ന് എനിക്കറിയാത്തതുകൊണ്ട്, ഞാൻ കേൾക്കാത്തതുകൊണ്ട്. സ്പീക്കറോട് മന്ത്രി പറഞ്ഞത് കഴുത്തിന് വേദനയുണ്ട് എന്ന് അപ്പൊ സ്പീക്കർ, അപ്പൊ മന്ത്രിക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇല്ലാത്ത കഴുത്തിന്റെ വേദന, സംഭവ സ്ഥലത്തില്ലാത്ത കഴുത്തിന്റെ വേദനയെ കുറിച്ചാണ് ഞാൻ അതിന് ആഫ്റ്റർ തോട്ട്, ഗൂഢാലോചന, കള്ളപ്രചരണം, നാട്യം, അഭിനയം, അതിനെ മെഡിക്കൽ എവിഡൻസും കൂടെ കൂട്ടി വായിക്കണം. മെഡിക്കൽ ബുള്ളറ്റിനില്ല, പ്രകടമായ പരിക്കുകളില്ല, വിച്ഛേദിച്ച് മന്ത്രി ഡിസ്ചാർജ് വാങ്ങിപ്പോ ഒളിച്ചോടി പോകുന്നില്ല. ഡിസ്ചാർജ് വാങ്ങിപ്പോയത് ഇന്നലെ മന്ത്രി എവിടെയാണെന്ന് അറിയില്ല. ഞാൻ പത്രം വായിച്ചിട്ടാ കാണുന്നത്. മന്ത്രി എവിടെയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. ശരി, ഏതായാലും KSU പ്രവർത്തകർ കള്ളക്കേസിൽ ജയിലിൽ കഴിയാണ്. ഞങ്ങളെല്ലാവരും സജി ജോസഫ് MLA, മാർട്ടിൻ ജോർജ് DC പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും അവരെ കണ്ടിട്ടാ വരുന്നത്. DGPയോട് ഞാനിതാ പറഞ്ഞ്, സത്യസന്ധമായിട്ട് അന്വേഷിക്കണം, കള്ളക്കേസ് പിൻവലിക്കണം, അതാ പറഞ്ഞത്. മറ്റൊരു രാഷ്ട്രീയ വിഷയം, കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ VK ശ്രീകണ്ഠൻ MP, കോൺഗ്രസിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന MP അവരുടെ വീട്ടിലെത്തി അടൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, പുതിയ യാത്ര ഒരു പരിപാടി നടക്കുന്നു. ആ സമയത്ത് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്തടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കേണ്ട സംഭവമല്ലേ? ഞാനിപ്പോ മാധ്യമങ്ങളിൽ നിന്ന് കേട്ടത്, ഞാൻ ഒരു യാത്രയിലായിരുന്നു, ഞാൻ മനസ്സിലാക്കിയത് അവർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒന്നിച്ച് കണ്ടു, അപ്പം സംസാരിച്ചിട്ടുണ്ടാവും, അതേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കൂടിക്കാഴ്ചയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടോ ഈ ആരുടെയും ഭാഗത്ത്? അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവിടെ സ്ഥാനാർത്ഥിയാകും. അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇപ്പോഴും ഇതിനകത്ത് കട്ട് ആൻഡ് റൈറ്റ്, ഇപ്പോ ഒരുപാട് വിഷയങ്ങളിൽ കൃത്യമായി KPCC പ്രസിഡന്റ് ഉത്തരം പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പറയാനുള്ള ആർജവം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനം ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, ഞാനും സജു ജോസഫ് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഞങ്ങൾ ചർച്ച നടത്തി തീരുമാനിക്കും. KPCC പ്രസിഡന്റ് അതിനകത്ത് നിലപാടില്ല. അങ്ങനെ ഒരാൾ അതെ, മാധ്യമങ്ങളിൽ എല്ലാ നിലപാടും മാധ്യമങ്ങളിൽ പറയേണ്ടതില്ല. മാധ്യമങ്ങളോട് ജനങ്ങളോട് വിശദീകരിക്കും. ജനങ്ങളോട് പറയേണ്ട സമയത്ത് പറയും. Now it is not that time. ആ സമയത്ത് പറയും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ ഡൽഹിയിൽ ചർച്ച നടത്തി. നാളെ ഡൽഹിയിൽ പോകാനാണ് പ്രതിപക്ഷ നേതാവ് ഞാനും ഡൽഹിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഉണ്ടാവും, അവിടെ ഞങ്ങൾ ചർച്ച നടത്തും. അത് കഴിഞ്ഞ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അതും കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്.